How many rotations will a wheel of diameter 56 centimeter make to cover a distance of 88 kilometer? അപ്പോൾ ഒരു വീലിൻ്റെ ഡയമീറ്റർ ഇവിടെ തന്നിട്ടുണ്ട്. ഡയമീറ്റർ 56 സെൻറ്റിമീറ്റർ ആണ്. ഈ 56 സെൻറ്റിമീറ്റർ ഡയമീറ്ററുള്ള വീല് 88 കിലോമീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്യുമ്പം എത്ര റൊട്ടേഷൻ എടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ ഇവിടെ. അപ്പോൾ ഇവിടെ 1 കിലോമീറ്ററും 1 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ നമുക്ക് രണ്ടിനും മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ 56 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പം അതായത് 2R ആണത്. 2R = 56 സെൻറ്റിമീറ്റർ ആണ്. ഇതിനെ മീറ്ററിലേക്ക് മാറ്റുമ്പം 56/100 മീറ്റർ. അപ്പോൾ 2R = 0.56 മീറ്റർ. ഓക്കെ. ദെൻ 88 കിലോമീറ്റർ എന്ന് പറയുമ്പം അതിനെ മീറ്ററിലേക്ക് മാറ്റുമ്പം 88 × 1000, അതായത് 88,000 മീറ്റർ. ഇനി നമ്പർ ഓഫ് റൊട്ടേഷൻസ് = നമുക്കൊരു ഫോർമുല ഉണ്ട്. നമ്പർ ഓഫ് റൊട്ടേഷൻസ് = ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സർക്കംഫറൻസ് ഓഫ് ദ വീലൊരു റൗണ്ടാണ്. സർക്കംഫറൻസ് കാണാനുള്ള ഫോർമുല 2πr ആണ്. സർക്കംഫറൻസ് ഓഫ് ദ വീല്. അപ്പോൾ 2πr എന്ന് പറയുമ്പോൾ 2R എന്ന് പറഞ്ഞാൽ നമുക്ക് 0.56 ആണ്. അപ്പോൾ = ഡിസ്റ്റൻസ് 88,000 ഡിവൈഡഡ് ബൈ 2R എന്ന് പറഞ്ഞാൽ 0.56 × 22/7. അപ്പോൾ നമ്മൾ ഡിനോമിനേറ്ററിനെ ഒരു 100 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ അത് 56 ആവും. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിനെയും 100 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 100 കൊണ്ട് ഇവിടെ ഇൻറ്റു ചെയ്യാം. അപ്പോൾ ഡിനോമിനേറ്ററിനെ 100 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പം അത് 56 ആയി. 56 × 22/7. ഇനി ഈ 56ൽ 7 × 8 = 56, 8 പ്രാവശ്യം. 8 88ൽ 11 പ്രാവശ്യം. അപ്പോൾ എന്തായി? 11,000 × 100 ഡിവൈഡഡ് ബൈ 22. നമുക്ക് ഈ 11,000-നെ 11 × 1000 എന്ന് എഴുതാം. ×100/22. ഈ 11 22ൽ 2 പ്രാവശ്യം. 2 1000ൽ 500 പ്രാവശ്യം. അപ്പോൾ ആദ്യം എഴുതിയാൽ മതി. 500 × 100 എന്ന് പറയുമ്പം 50,000. 50,000 ഓപ്ഷൻ ഇല്ലേ? 50,000 ഓപ്ഷൻ ഉണ്ട്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 50,000. അപ്പോൾ 50,000 റൊട്ടേഷൻ